കോട്ടയം കുമരകത്തുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ് ഞാനിന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് സേവനങ്ങൾ നടപ്പുണ്ട്, പക്ഷേ പല കർഷകർക്കും അറിയാൻ മേല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് വിശേഷങ്ങളിലേക്ക് സാർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവേ. ഓക്കെ അല്ലേ സാറേ? ഓക്കെ. കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവിയാണ് ഡോക്ടർ ജയലക്ഷ്മി. ഇന്ന് ഏറ്റവും അധികം നമുക്ക് ഇവിടെ കർഷകർ ആവശ്യപ്പെട്ട് വരുന്നത് കാർഷിക സർവകലാശാലയുടെ സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളാണ്. നമുക്കറിയാം അയർ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ഏറ്റവും അധികം കർഷകരുടെ ഇടയിൽ പ്രചാരമുള്ള ഒന്നാണ്. അയർ നമ്മൾ വാഴയ്ക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സൂക്ഷ്മ മൂലകമാണ്. 100 ഗ്രാം വെച്ച് 2 മാസവും 4 മാസം എന്നുള്ള അതായത് ആ ഒരു ഏജിലാണ് നമ്മളത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സമ്പൂർണ്ണ നമുക്ക് വാഴയ്ക്കുണ്ട്, പച്ചക്കറിക്കുണ്ട്, നെല്ലുണ്ട്. അപ്പം അയർ കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണ നെല്ലിനാണ്. സീസണായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നെല്ലിൻ്റെ കോട്ടയം ജില്ല മാത്രമല്ല, നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കുട്ടനാടിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ഈ ഒരു എൻക്വയറി വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഹരിത എന്ന് പറഞ്ഞ് SHG ഉണ്ട്. SHG കൊണ്ടാണ് നമ്മളിത് പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഇത് അയർ ചോട്ടിലിട്ട് കൊടുക്കുന്നതാണ്. സമ്പൂർണ്ണ സ്പ്രേയിങ്ങിനാണ്, ഫോളിയർ ആപ്ലിക്കേഷനാണ്. ഭയങ്കര റിസൾട്ടാണ്. വാഴയ്ക്കും പച്ചക്കറിക്കും നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല വിളകൾക്കും കർഷകർ ഇപ്പോൾ പരീക്ഷിച്ച് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ഇന്ന് കർഷകർ അധിക വരുമാനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വീട്ടമ്മമാർക്കായാലും വീട്ടിലിരുന്നൊരു സ്വയം തൊഴിലെന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കൂൺ കൃഷി. അപ്പോൾ നമ്മളിവിടെ കൂണിൻ്റെ വിത്ത് ഉൽപ്പാദനം, സ്പോണിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു യൂണിറ്റ് നമുക്കിവിടെ KVKയിലുണ്ട്. കർഷകർക്ക് ഇവിടെ വന്ന് ഈ കൂൺ വിത്ത് വാങ്ങാവുന്നതാണ്. നമ്മൾ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, അതായത് കൂൺ കൃഷിക്ക് കൂടുതൽ പരിശീലനങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ അവരെ ബെഡിടുന്നതും എല്ലാം കാണിച്ചു കൊടുത്തുള്ള പരിശീലനങ്ങളുണ്ട്. അപ്പോൾ ധാരാളം കർഷകർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുൻപോട്ട് വരുന്നുണ്ട്. ദൂരെ നിന്ന് വരുന്ന കർഷകർക്കാണെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പരിശീലനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും, കർഷകർക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാമൊക്കെ എത്ര പേര് ആയാലാണ് അത് കൊടുക്കാൻ പറ്റണത്? നമുക്ക് ഒരു ബാച്ചിൽ ഇപ്പോൾ ഒരു മിനിമം 20 പേരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കും. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൗണ്ടർ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ 20 പേര്, അതല്ല 1-2 പേരോ ആണെങ്കിൽ താല്പര്യമുള്ളവർ നേരിട്ട് വന്നാലും ഇവിടെ ആളുകളുണ്ട് പറഞ്ഞു കൊടുക്കാൻ. അതെ, അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കാണാമല്ലോ, കണ്ടു തന്നെ വന്ന് പഠിച്ചിട്ടും പോകാം. പക്ഷേ നമ്മൾ അല്ലാതെ ഒരു ട്രെയിനിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരു മിനിമം 20 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം കമ്പോസ്റ്റിൻ്റെ ഒക്കെ ഇപ്പോൾ നമുക്കറിയാം, കൂടുതലായിട്ട് ഓർഗാനിക് ഫാമിങ്ങിന്, ജൈവ കൃഷിക്കൊക്കെ കൂടുതലായിട്ട് ആളുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ അതായത് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് ഒക്കെ ഞങ്ങളുടെ ലാബിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, അതേപോലെ തന്നെ നമ്മൾ ആട്ടും കാഷ്ടം പൊടിച്ചത്, ഇങ്ങനെയുള്ള ജൈവ മണ്ണിര കമ്പോസ്റ്റ്, ഇതൊക്കെ നമ്മുടെ സെയിൽസ് കൗണ്ടർ വഴി നമ്മൾ വിൽക്കുന്നുണ്ട്. തേനീച്ച വളർത്തൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ചെറുതേന് കുത്തുമെന്നുള്ള ഭയം വേണ്ട. അപ്പം ചെറുതേനീച്ച വളർത്തലിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ KVKയിൽ തന്നെ നമ്മളിതിൻ്റെ ബോക്സ് വെച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം തേൻ, നമുക്കറിയാം തെങ്ങും അതുപോലെ പുഷ്പങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തേൻ നിറയുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് നമ്മൾ പരിശീലനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടി എങ്ങനെ പിരിച്ചു വെക്കണം, തേൻ എങ്ങനെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യണം, ഇതൊക്കെ നമ്മൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കാണുകയും ചെയ്യാം. ചെറുതേൻ്റെയും വൻതേനീച്ചയുടെയും നമുക്കിവിടെ പെട്ടികളുണ്ട്. അപ്പോൾ അത് കർഷകർക്ക് നമ്മൾ കൃത്യമായിട്ട് അത് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതിനുള്ള പരിശീലനങ്ങൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഇവരിപ്പോൾ ലെയറിങ്, നമുക്കറിയാം പേരയിൽ കൂടുതലായിട്ടും നല്ല ക്വാളിറ്റി പേര നമ്മളിവിടെ തന്നെ നട്ട്, എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ലെയർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ സെയിൽസ് കൗണ്ടറിലേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ, അതായത് നഴ്സറി ഒരു സംരംഭമായിട്ട് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് നഴ്സറി മാനേജ്മെൻറ്റ് ആൻഡ് ഓർണമെൻ്റൽ ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം, ഒരു ഫ്രൂട്ട് ക്രോപ്സിനെ ചെയ്യാം, അതുപോലെ തന്നെ ഒരു നഴ്സറി എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതെല്ലാം ചെയ്യാനും ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും ഒരു സ്വയം തൊഴിലെന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ടും സാധിക്കുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പരിശീലനങ്ങളാണ് നമ്മൾ കൂടുതലായി. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ട്രെയിനിങ് എല്ലാം സൗജന്യ ട്രെയിനിങ് ആണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഓർഡർ അനുസരിച്ച് നമ്മളിവിടെ ആളുകളെ വിളിച്ചിട്ട് ഒരു 30 പേരുടെയൊക്കെ ഗ്രൂപ്പ്, കാരണം പ്രാക്ടിക്കൽ കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്മളൊരു 30 പേരെ എടുത്താൽ തന്നെ 15 to 20 ആയാലും നല്ലൊരു ഐഡിയൽ ഗ്രൂപ്പ് എന്നുള്ള രീതി കണ്ടുപഠിക്കാനൊക്കെ. ഒരു വലിയൊരു ക്രൗഡ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന് ചെറിയ ഗ്രൂപ്പ് ഇല്ല, ഒരു ചാർജും ഇല്ല. ഇത് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ KVK എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 100% സപ്പോർട്ടോടുകൂടി നടത്തുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇതിനുള്ള ഫണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് പരിശീലനം എല്ലാം സൗജന്യമായിട്ടാണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം ഇവിടുന്ന് കിട്ടുന്ന സേവനങ്ങൾ അല്ലേ സാധാരണക്കാർക്ക് അറിയാൻ മേല എന്നുള്ളതാണ് കൂടുതലും പേർക്ക്.
തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്നതും കോട്ടയം ജില്ലയിലേക്ക് വിവിധ പരിപാടികളിൽ, ഇപ്പം കോട്ടയം ജില്ലയാണ് നമുക്കിവിടെ, ജില്ലയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ കർഷകരുടെ ഇടയിൽ എത്താറുണ്ട്. എന്നാൽ പോലും ജില്ലയുടെ ഒരു സ്ഥാപനവും ഇവിടുത്തെ ഒരു പരിമിതി ഉണ്ടല്ലോ, ലിമിറ്റഡ് ആളുകൾ എന്നുള്ള രീതിയിൽ, എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കർഷകർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരികയും ചെയ്യാം, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ എത്ര ഏക്കറാണ് മൊത്തം ടോട്ടൽ വരുന്നത്? നമുക്ക് ശരിക്കും ഈ കാർഷിക സർവകലാശാലയുടെ കീഴിലാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കാർഷിക സർവകലാശാലയ്ക്ക് ഇവിടെ 110 ഏക്കറാണ് കുമരകത്തുള്ളത്. അതിനകത്ത് നമുക്ക് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവേഷണ കേന്ദ്രമുണ്ട്, കോളേജ് ഉണ്ട്, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, KVK ഉണ്ട്, എഞ്ചിനീയറിംഗിൻ്റെ 2 ഓഫീസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഏരിയ ക്യാമ്പസിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഒക്കെയോ അതല്ലെങ്കിൽ ഒരു ഏത്തക്കൊലയോ വാഴക്കൊലയോ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരു ചക്ക, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം ചക്കയുടെ സീസണാണ്, ഒരു ചക്ക കൊണ്ടുവന്നാൽ അത് വരട്ടിക്കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം. ഇതിനൊക്കെ നമുക്കൊരു മിനിമം റെൻറ്റ് മാത്രമാണ് നമ്മൾ കർഷകരോട് വാങ്ങിക്കാറുള്ളത്. പഴുത്ത ചക്ക ആണെങ്കിൽ നമുക്ക് ഉണക്കാൻ, അതും ശാസ്ത്രീയമായിട്ട് ഉണക്കാൻ പറ്റും. ഇവിടെ ഡ്രയർ സംവിധാനമുണ്ട്. പിന്നെ ചിപ്സ് ആക്കാനും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പൊതുവേ നമ്മൾ ചിപ്സിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, വലിയൊരു മാർജിൻ. ഏത്തക്കായാലും ചിപ്സ് ഉണ്ടാക്കുവാണെങ്കിലും ചക്ക ആയാലും നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമുക്ക് അത്ര ഒരു മാർജിൻ നമുക്ക് അതിന് കർഷകർക്ക് കിട്ടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണക്കി സൂക്ഷിച്ച് ധാരാളം ആളുകൾ ഉണക്കി ഇത് പൊടിയാക്കുന്നുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ എന്താണ് പുഴുക്കൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ തന്നെ അത് ഉപയോഗിക്കുന്നു. അതന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം ആള് ഇതൊക്കെ ചെയ്തിട്ടും പുറത്തേക്കാണ് പല പ്രോഡക്ട്സും പോകുന്നത്. ഈ ചക്ക കൊണ്ടുവന്ന സമയത്ത് ചക്കയുടെ കൂടെ കൊണ്ടുവന്നാ ചുള എടുത്തുകൊണ്ട് വന്നാ നമുക്ക് ചുള എടുത്തുകൊണ്ടുവന്ന ഏറ്റവും സൗകര്യം. പിന്നെ അങ്ങനെ വേണമെന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലാബ് സംവിധാനത്തിൽ നമ്മൾ നേരത്തെ ഇവരെ അറിയിക്കുകയാണെങ്കിൽ, നേരത്തെ ഇവിടെ ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ആളുകൾ എപ്പോഴും വരുന്നുണ്ടാവും. അപ്പം നമുക്ക് ഫസ്റ്റ് കം എന്നുള്ള രീതിയിൽ ആദ്യം വരുന്ന ആളുകൾക്കല്ലേ നമുക്ക് ആദ്യം നമ്മുടെ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അറിയിച്ചിട്ട് വരികയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുക, അവസരം പരമാവധി വിനിയോഗിക്കുക. നമ്മുടെ ജാതി തൊണ്ടിൽ നിന്നുള്ള സ്ക്വാഷാണ്, ഒരു കളറും ചേർത്തിട്ടില്ല. ഇത് നാച്ചുറൽ കളർ തന്നെയാണ്. ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ധാരാളം ആളുകൾ ഇത് നമുക്കിവിടെ സെയിൽ ചെയ്യാൻ കിട്ടാറില്ല, അത്രയ്ക്ക് മാത്രം തിരക്കാണ്. ഇത് എപ്പോഴും ഒന്നും സ്റ്റോക്ക് വരത്തില്ല. സീസണിലാണ് നമ്മളിത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ധാരാളം ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ. നമുക്കിവിടെ ജാതി തൊണ്ടിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതായത് നമുക്കറിയാം ഏറ്റവും പാഴാക്കി കളയുന്ന ജാതിക്കായും ജാതി പത്രിയും കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ജാതി തൊണ്ടിനെ പലപ്പോഴും പാഴാക്കി കളയുന്നാൽ ജാതി തൊണ്ടിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ സിറപ്പ് തന്നെയാണ്. പിന്നെ അത് ജാതിയുടെ തൊണ്ടിൽ നിന്ന് നമ്മൾ അത് കൂടാതെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക്, അതായത് പൈനാപ്പിളുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ജാതിക്കയുടെ, അതും വളരെ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കുത്തലില്ല, ജാതിക്കയുടെ കുത്തലില്ല പൈനാപ്പിൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. അത് വേറൊരു പ്രോഡക്റ്റാണ്. ഇത് കൂടാതെ നമ്മൾ നട്ട്മഗ് ബാർ എന്ന് പറയും, നമ്മൾ മാങ്ങയ്ക്ക് മാങ്ങ തരാം, അതേപോലെ തന്നെ ഇത് നമുക്ക് അരച്ചിട്ട് നമുക്ക് മാങ്ങ പോലെ ജാതിക്കയുടെ തെര ഉണ്ടാക്കാൻ പറ്റും. ഇത് കൂടാതെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കേക്കിനകത്തൊക്കെ ഉപയോഗിക്കുന്നല്ലേ, ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നെല്ലിക്ക ഉണങ്ങി ഉപയോഗിക്കല്ലോ ഷുഗർ സിറപ്പിലിട്ടിട്ട്, അതേപോലെ തന്നെ ഇതിന് ചങ്ക്സ്, നട്ട്മഗിൻ്റെ ചങ്ക്സ്, ടീ ബാഗ്, അത് നമ്മൾ അതും ഏറ്റവും ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ടീ ബാഗിൻ്റെ ജാതിത്തൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം കർഷകർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ പല ഫീൽഡിൽ പോകുമ്പോൾ ഇതൊക്കെ വെറുതെ കളയണ കാണാം. തീർച്ചയായിട്ടും പാഴായി പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ കൺവെർട്ട് ചെയ്യല് ജാതി കൃഷി കൂടുതൽ സാധ്യതയുള്ള കൃഷിയായിട്ട് മാറും. സ്ത്രീ സംരംഭകരുണ്ട് ഇത് ചെയ്യുന്ന. മരങ്ങാട്ടുപള്ളിയിലൊക്കെ നമ്മുടെ വനിതാ കർഷകർ തന്നെയുണ്ട് ഇതിൻ്റെ പ്രോഡക്ട്സ് ചെയ്യുന്നവരുണ്ട്, ജാതി തൊണ്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഇതിനുള്ള പരിശീലനങ്ങളും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. സീസണിൽ മാത്രമേ ഈ ഫ്രൂട്ട്സ് വരത്തുള്ളൂ, തൊണ്ട് കിട്ടത്തുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ മാക്സിമം നമ്മൾ ചെയ്തു വെക്കും, അന്നേരം നമ്മൾ പരിശീലനവും കൊടുക്കുന്നതായിരിക്കും. നേരത്തെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിശീലനത്തിൽ അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ കർഷകർക്ക് വന്ന് കണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജൈവവളങ്ങളുടെ ഉൽപ്പാദനത്തിൻ്റെ ഒരു യൂണിറ്റ് ആണെങ്കിൽ നമ്മളിവിടെ വന്ന് കണ്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള രീതിയിൽ നമ്മളിവിടെ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കർഷകർക്ക് വന്നാൽ അത് കാണുകയും അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകാൻ സാധിക്കും. അതായത് ക്ലാസ് റൂം ട്രെയിനിങ് അല്ല, അതായത് ഒന്നും അറിയാൻ മേലാത്ത ഒരാൾ വരികയാണെങ്കിൽ കൃഷിക്കാരനാക്കി വിടുക. തീർച്ചയായിട്ടും അവർക്കൊരു ക്ലാസ് റൂം ട്രെയിനിങ് അല്ല, പ്രായോഗികമായിട്ട് അവരത് എങ്ങനെ ചെയ്യണമെന്ന് അവർ പഠിച്ചിട്ടാണ് പോകുന്നത്. കണ്ടുപഠിക്കാം, ചെയ്ത് പഠിക്കാം. ഇപ്പോൾ നമ്മൾ തേനീച്ച വളർത്തൽ, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു കോട്ടയം ജില്ലയിൽ ഒരു 50 ചെറുതേനീച്ചയുടെ പെട്ടി കൊടുക്കാനായിട്ട് സാധിച്ചു, ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ പദ്ധതിയിൽ. അപ്പോൾ അതിൽ നമ്മൾ മാടപ്പള്ളി അതുപോലെ 2 ബ്ലോക്കിലായിട്ട് നമ്മൾ 50, 30, 20 വീതം 50 പെട്ടി കൊടുക്കും. പെട്ടി കൊടുത്താൽ മാത്രം പോരാ, അവരത് പിരിക്കാൻ പഠിക്കണം. അപ്പോൾ ഇപ്പോൾ സമയമായിട്ടുണ്ട് ഞങ്ങൾ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കത് പിരിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്നും തേൻ എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ മാത്രമേ ഫീൽഡിൽ പോയി കൊടുക്കും, അപ്പോഴേ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ട് എപ്പോഴും.
നമുക്ക് പിന്നെ കർഷകർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ട്. കർഷകർ പ്രശ്നം ഉണ്ടെങ്കിൽ അവരപ്പോൾ ഗ്രൂപ്പിൽ ഇടുവോ, അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി നോക്കാനോ ഒക്കെ ഉള്ളൊരു സംവിധാനമുണ്ട്. എന്ത് ഈ കോട്ടയം ജില്ലയിലാണെങ്കിൽ പോലും നമ്മുടെ ചേർത്തല പ്രദേശങ്ങളിലൊക്കെ അല്ലേ തീർച്ചയായിട്ടും അറിവ് പകരുന്നതിന് എന്താണ് നമ്മൾ പറയത്തില്ലേ അതിർവരമ്പുകളില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ തണ്ണീർമുക്കം ബണ്ട് കയറി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയായി. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ധാരാളം കർഷകർ വരാറുണ്ട്. അതുപോലെ ഏറ്റവും അധികം ഇപ്പോഴത്തെ നമ്മുടെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കാർഷിക സർവകലാശാലയുടെ സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളായ അയർ സമ്പൂർണ്ണ വാഴയ്ക്കും അതുപോലെ പച്ചക്കറിക്കും നെല്ലിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാനായിട്ട് ധാരാളം കർഷകർ നമ്മുടെ ഇവിടെ എത്താറുണ്ട്. അതുമാത്രമല്ല ഞാനിവിടുത്തെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അയർ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻറ്റ്, ഇവിടുത്തെ കെണിയൊക്കെ എത്ര പുറത്തുനിന്ന് മേടിച്ചാലും ഇവിടുത്തെ റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും അറിയാൻ മേലാതെ പ്രൈവറ്റ് കടയിൽ നിന്നൊക്കെ പോയി മേടിച്ച് റിസൾട്ട് കിട്ടാതെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത്. ഇപ്പോൾ യന്ത്രവൽക്കരണത്തിന് ഏറ്റവും അധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്ടറുണ്ട്, അനുബന്ധ മെഷീനറികളൊക്കെ തന്നെ നമ്മൾ കാർഷിക സർവകലാശാല ഫിക്സ് ചെയ്തിരിക്കുന്ന മിതമായ ഒരു നിരക്കുണ്ട്. ആ റേറ്റിൽ കർഷകർക്ക് ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ട്രാക്ടറും അതുപോലെ തന്നെ ടില്ലർ, അതുപോലെ തന്നെ നമ്മുടെ ഞാറ് നടീൽ യന്ത്രം. ഇപ്പോൾ ഏറ്റവും നമുക്കറിയാം ഡ്രോണാണ് ഇന്ന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്, അതായത് സൂക്ഷ്മമൂലകങ്ങൾ സ്പ്രേയിങ്ങിനൊക്കെ. അപ്പം ഡ്രോണും നമുക്കിവിടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. നമ്മൾ സംയോജിത കൃഷിക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനം ഇവിടെ കുമരകത്താകുമ്പോൾ നമുക്കറിയാം മത്സ്യകൃഷി അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്കൊക്കെ ധാരാളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സംയോജിത കൃഷിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ നാടൻ പശുക്കളുടെ, അതായത് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതി പ്രകാരം കൃഷി വകുപ്പിൽ നമുക്കൊരു ബയോ ഇൻപുട്ട് റിസോഴ്സ് സെൻറ്റർ, അപ്പോൾ ഇത് നാച്ചുറൽ ഫാമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻപുട്സൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റും, അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സപ്പോർട്ടോടെയും നമ്മളിവിടെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നാടൻ പശുക്കളെ നമ്മളിവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ മത്സ്യകൃഷി, പ്രത്യേകിച്ച് ഇവിടുത്തെ കുമരകത്തെ ഏറ്റവും പ്രധാനമായ കരിമീൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ തിലാപ്പിയ പോലത്തെ മത്സ്യങ്ങളെ നമ്മുടെ ചാലുകളിൽ ഇടുന്നുണ്ട്. ഇവിടെ ബണ്ടുകളും ചാലുകളും ആയതുകൊണ്ട് ഓരോ ചാലുകളിൽ നമുക്ക് വിവിധങ്ങളായ മത്സ്യങ്ങളെ ഇടാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു സംയോജിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഇപ്പോൾ സീസണാണ്, നമുക്കറിയാം ചെമ്മീൻ്റെ ചെറിയ ഇത് കിട്ടുമ്പോഴത്തേക്ക് അതിനെ ഉണക്കാൻ ധാരാളം കർഷകർ ഇവിടെ വരുന്നത്. നമുക്ക് ഡ്രയർ സംവിധാനമുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതപ്പോൾ ഉണക്കുന്ന ചെമ്മീൻ ഇവിടെ കൊണ്ടുവന്ന് ഉണക്കി കൊണ്ടുപോകുന്നുണ്ട് കർഷകർ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കറിയാലോ. ഇന്നിപ്പോൾ ഏറ്റവും അധികം ഉണക്ക മത്സ്യം എന്ന് പറയുമ്പോൾ എത്രയോ ശാസ്ത്രീയമല്ലാതെ റോഡ് സൈഡിലൊക്കെ കേടായിട്ട് വന്നതൊക്കെയാണ് പിന്നെ ഉണങ്ങിയെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയില്ല. എന്തായാലും നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ അതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഡ്രയറിൽ ഉണങ്ങി നമ്മൾ ഇവിടുന്ന് കൗണ്ടർ വഴി. എത്ര കിലോ വരെ ഉണക്കാനുള്ള സൗകര്യമുണ്ട് കൃഷിക്കാർ കൊണ്ടുവരികയാണെങ്കിൽ? നമുക്കിപ്പം നമ്മൾ തന്നെ ഇപ്പം ചെയ്തേക്കുന്നത്, ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് 100 കിലോയ്ക്ക് മേലെ നമുക്കിവിടെ ഉണക്കാനുള്ള സൗകര്യം. ടണൽ ഡ്രയറും ഉണ്ട്, നമുക്ക് അല്ലാതെ ഒരു സോളാർ ഡ്രയറും ഉണ്ട്. പെർമിഷൻ എടുത്തിട്ട് വേണം അല്ലേ? ഇവിടുത്തെ നമ്പർ ഞാൻ താഴത്ത് ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ പെർമിഷൻ എടുത്തിട്ട് വന്ന് അവരവരുടെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നല്ല നാടൻ വിത്തിനങ്ങൾ, അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കവണാറ്റിങ്കലിൽ കുമരകത്ത് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. ഒരു ബൈ പറഞ്ഞേ. ബൈ.